ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചാന്ദ്രദിനം പതിപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ചാന്ദ്രദിനത്തെക്കുറിച്ച് പ്രസംഗം, ക്യൂസ്, പോസ്റ്ററുകൾ എന്നിവയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ചാന്ദ്രദിനം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അതുകൂടി ഒന്ന് നോക്കുക. ആദ്യം നമുക്ക് ഉള്ളടക്കം തയ്യാറാക്കാം. ചാന്ദ്രദിനം ആമുഖം, അമ്പിളി അമ്മാവനെ അറിയാം, അപ്പോളോ ദൗത്യങ്ങൾ, ചന്ദ്രനിൽ ഇറങ്ങിയവർ, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ, ചാന്ദ്രദിനം ക്വിസ് എന്നിവയാണ് ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് ചാന്ദ്രദിനത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, ചന്ദ്രനെക്കുറിച്ചുള്ള കടങ്കഥകൾ, പോസ്റ്ററുകൾ എന്നിവ കൂടി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതുകൂടി ഉള്ളടക്കത്തിൽ ചേർക്കുക. ചാന്ദ്രദിനം ആമുഖം തയ്യാറാക്കാം. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിവസമാണ് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത്. 1969 ജൂലൈ 21 അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയത്. 1969 ജൂലൈ 20 ഈഗിൾ എന്ന ബഹിരാകാശ പേടകത്തിലാണ് ഈ അപ്പോളോ 11 ബഹിരാകാശ യാത്രികർ ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഈഗിൾ നിയന്ത്രിച്ചിരുന്നത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആദ്യ മനുഷ്യൻ എന്ന നേട്ടം കൈവരിച്ചു. മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവയ്പ്പാണ്, എന്നാൽ മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്നാണ് ചരിത്രം പിറന്ന ആ നിമിഷത്തെക്കുറിച്ച് നീൽ ആംസ്ട്രോങ് പറഞ്ഞത്. ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ 21 ദേശീയ ചാന്ദ്രദിനമായി പ്രഖ്യാപിച്ചു. അമ്പിളി അമ്മാവനെ അറിയാം. ചന്ദ്രനെക്കുറിച്ച് നമുക്ക് എഴുതാം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27.3 ദിവസങ്ങൾ വേണം. 3,474 കിലോമീറ്ററാണ് ചന്ദ്രൻ്റെ വ്യാസം. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ശൂന്യാകാശ ഗോളം ചന്ദ്രനാണ്. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്ര നിരീക്ഷണ രംഗത്ത് കുതിച്ചുചാട്ടം വരുത്തിയത്. 1959 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 2 ആണ് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചന്ദ്രയാത്ര അപ്പോളോ 8 എന്ന യാനം നിർവഹിച്ചെങ്കിലും ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ വിജയകരമായി കാലുകുത്തിയത് 1969 അപ്പോളോ 11 എന്ന ശൂന്യാകാശ യാനത്തിലാണ്. അപ്പോളോ ദൗത്യങ്ങൾ ഏതെല്ലാമെന്ന് എഴുതാം. ചാന്ദ്രയാത്രയ്ക്ക് അമേരിക്കയുടെ ശൂന്യാകാശ ഗവേഷണ കേന്ദ്രമായ നാസ നടത്തിയ തയ്യാറെടുപ്പുകളാണ് അപ്പോളോ ദൗത്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 1967 ജനുവരി 27 തുടങ്ങിയ അപ്പോളോ 1 ദുരന്തമായി തീർന്നു. പേടകത്തിന് തീ പിടിച്ച് യാത്രികർ 3 പേരും മരിച്ചു. 1967 നവംബർ 9 അപ്പോളോ 4 മാതൃപേടകം, എഞ്ചിനുകൾ, സാറ്റേൺ 5 റോക്കറ്റ് എന്നിവ പരീക്ഷിക്കുന്നതിനായി പറന്നു. 1968 ജനുവരി 22 അപ്പോളോ 5 ബഹിരാകാശത്ത് ചാന്ദ്രപേടകത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ പരീക്ഷണ വിധേയമാക്കി. 1968 ഏപ്രിൽ 4 അപ്പോളോ 6 അപ്പോളോ വാഹനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിരീക്ഷണ വിധേയമാക്കി. 1968 ഒക്ടോബർ 11 അപ്പോളോ 7 3 യാത്രികരെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു. വാഹനവും യാത്രക്കാരും ബഹിരാകാശത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുകയായിരുന്നു അപ്പോളോ 7ൻ്റെ മുഖ്യ ലക്ഷ്യം. 11 ദിവസം ബഹിരാകാശ യാത്ര നടത്തിയ ശേഷം ഒക്ടോബർ 22 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ഇറങ്ങി. 1968 ഡിസംബർ 21 അപ്പോളോ 8
അപ്പോളോ വാഹനം ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നും അകന്ന് ചാന്ദ്രമണ്ഡലത്തിൽ എത്തുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിക്കപ്പെട്ടു. വിവിധ ചാന്ദ്രമേഖലകളുടെ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയച്ച അപ്പോളോ 8 ചന്ദ്രനെ 10 തവണ പ്രദക്ഷിണം വെച്ച ശേഷം ഡിസംബർ 27-ന് ചാന്ദ്രയാത്രികരുമായി ഭൂമിയിൽ തിരിച്ചെത്തി. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള വാഹനം ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ആകർഷണ മണ്ഡലത്തിൽ വെച്ച് പരീക്ഷിച്ചു നോക്കുന്നതിനുള്ള ദൗത്യമായിരുന്നു അപ്പോളോ 9. 1969 മാർച്ച് 3-ന് 3 യാത്രികരുമായി പുറപ്പെട്ടു. വിജയകരമായി മാർച്ച് 13-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങി. സന്ധിക്കലും വേർപെടലും ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ വെച്ച് പരീക്ഷിച്ചു നോക്കാനായി 1969 മെയ് 18-ന് അപ്പോളോ 10 ചന്ദ്രമണ്ഡലത്തിലേക്ക് 3 യാത്രക്കാരുമായി യാത്ര തിരിച്ചു. ചാന്ദ്രപേടകം ചാന്ദ്രപ്രതലത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പറന്ന് അപ്പോളോ 11 ഇറങ്ങേണ്ട പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ എടുത്തതിനു ശേഷം മാതൃപേടകവുമായി പുനഃസന്ധിച്ച് മെയ് 26-ന് ഭൂമിയിൽ തിരിച്ചെത്തി. അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. ശീതയുദ്ധകാലത്തെ ബഹിരാകാശ മത്സരങ്ങളിൽ അമേരിക്ക നേടിയ വിജയമായി ദൗത്യം വിലയിരുത്തപ്പെട്ടു. 1969 ജൂലൈ 16-ന് ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. 1969 ജൂലൈ 20-ന് ഈഗിൾ എന്ന ചാന്ദ്രപേടകം ചന്ദ്രോപരിതലത്തിൽ എത്തി. ജൂലൈ 21-ന് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തിയായി നീൽ ആംസ്ട്രോങ് മാറി. തുടർന്ന് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. 21 മണിക്കൂറും 31 മിനിറ്റും ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ച അവർ 21.5 കിലോഗ്രാം ചാന്ദ്രവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഈ സമയം അത്രയും കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജൂലൈ 24-ന് മൂവരും ഭൂമിയിൽ തിരിച്ചെത്തി. 1969 നവംബർ 14-ന് 3 യാത്രക്കാരുമായി യാത്ര തിരിച്ച അപ്പോളോ 12 നവംബർ 24-ന് ഭൂമിയിൽ തിരിച്ചെത്തി. അനേകം മണിക്കൂർ ചന്ദ്രനിൽ കഴിയാമെന്നും പല ജോലികളും ചെയ്യാമെന്നും അപ്പോളോ 12 വ്യക്തമാക്കി. 1970 ഏപ്രിൽ 11-ന് 3 യാത്രക്കാരുമായി യാത്ര തിരിച്ച അപ്പോളോ 13 ചന്ദ്രനിലേക്കുള്ള യാത്രാമധ്യേ അപകടത്തിലായി എങ്കിലും സഞ്ചാരികളെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു. ചന്ദ്രനെ ഭ്രമണം ചെയ്തു തിരികെ വന്ന പേടകം ഏപ്രിൽ 17-ന് ഭൂമിയിൽ തിരിച്ചെത്തി. 1971 ജനുവരി 31-ന് 3 യാത്രക്കാരുമായി യാത്ര തിരിച്ച അപ്പോളോ 14 ചന്ദ്രനിൽ ഇറങ്ങി 46 കോടി വർഷം പഴക്കമുള്ള പാറകൾ ശേഖരിച്ച് ഫെബ്രുവരി 9-ന് ഭൂമിയിൽ തിരിച്ചെത്തി. ചന്ദ്രൻ്റെ ഉത്ഭവ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പല വസ്തുക്കളും അപ്പോളോ 14-ന് കണ്ടെത്താൻ കഴിഞ്ഞു. 1971 ജൂലൈ 26-ന് 3 യാത്രക്കാരുമായി യാത്ര തിരിച്ച അപ്പോളോ 15-ന് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ മൂൺ റോവർ എന്നൊരു വാഹനം ഓടിക്കാൻ കഴിഞ്ഞു. ആഗസ്റ്റ് 7-ന് അപ്പോളോ 15 സുരക്ഷിതമായി ശാന്തസമുദ്രത്തിൽ ഇറങ്ങി. 1971 ഏപ്രിൽ 16-ന് 3 യാത്രികരുമായി പുറപ്പെട്ട അപ്പോളോ 16 ചന്ദ്രഗോളം ഉത്ഭവിച്ച കാലം മുതൽ സൂര്യരശ്മി പതിച്ചിട്ടില്ലാത്ത ഭാഗത്തെ ചാന്ദ്രധൂളി ശേഖരിച്ചു. ചാന്ദ്രജീപ്പ് മണിക്കൂറിൽ 17 കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചു. ഏപ്രിൽ 27-ന് അപ്പോളോ 16 ശാന്തസമുദ്രത്തിൽ സുരക്ഷിതമായി വന്നിറങ്ങി. 1972 ഡിസംബർ 7-ന് 3 യാത്രികരും 5 എലികളുമായി യാത്ര തിരിച്ച അപ്പോളോ 17-ൻ്റെ ലക്ഷ്യം അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനവും ചന്ദ്രൻ്റെയും സൗരയൂഥത്തിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനവുമായിരുന്നു. ഈ ദൗത്യത്തോടെ അപ്പോളോ പദ്ധതിക്ക് വിരാമമായി. 6 അപ്പോളോ ദൗത്യങ്ങളിലായി 12 പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരെല്ലാമെന്ന് നോക്കാം. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, ചാൾസ് കോൺറാഡ്, അലൻ ബീൻ, അലൻ ഷെപ്പേർഡ്, എഡ്ഗാർ മിച്ചൽ, ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ജോൺ യങ്, ചാൾസ് ഡ്യൂക്ക്, ഹാരിസൺ ഷ്മിഡ്, യൂജിൻ സെർനാൻ. ചന്ദ്രയാൻ പദ്ധതികൾ. ഇന്ത്യയുടെ ചന്ദ്രയാൻ പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ എന്ന വാക്കിന് ചന്ദ്രവാഹനം എന്നാണ് അർത്ഥം.
2008 ഒക്ടോബർ 22 ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. നവംബർ 8 ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തി. നവംബർ 14 ചന്ദ്രയാനിൽ നിന്നും മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന ഉപകരണം വേർപെട്ട് ചന്ദ്രോപരിതലത്തിൽ എത്തി. ചന്ദ്രനിലെ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ചന്ദ്രയാൻ 1ൻ്റെ ഏറ്റവും വലിയ നേട്ടം. ചന്ദ്രോപരിതലത്തിൽ എത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചാന്ദ്ര പര്യവേക്ഷണത്തിൻ്റെ 2ാം ഘട്ടമായ ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 വിജയകരമായി വിക്ഷേപിച്ചു. സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ സെപ്റ്റംബർ 7 വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചന്ദ്രയാൻ 2ൻ്റെ പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 പദ്ധതി വിജയകരമായി വിക്ഷേപിക്കുകയും 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ഇതോടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. ചാന്ദ്രദിനത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കാം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. സെലനോളജി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? റിഗോലിത്ത്. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആര്യഭട്ടൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ? ഗലീലിയോ ഗലീലി. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇനിയും ക്വിസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. അതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചന്ദ്രൻ്റെ ചിത്രങ്ങളും അപ്പോളോ ദൗത്യങ്ങൾ, ചാന്ദ്രയാൻ എന്നിവയുടെ ചിത്രങ്ങളും നീൽ ആംസ്ട്രോങ്, ആഡ്രീൻ എന്നിവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്